ഹലോ നമസ്തേ, ഞാൻ അമേയ. ഡിസ ട്രക്കേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് യുവതലമുറയുടെ പ്രതീക്ഷയെന്നും ഭാവി വാഗ്ദാനമെന്നും അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ വികാരമെന്നും എല്ലാം വിശേഷിപ്പിക്കാൻ യോഗ്യയായ ഒരു യുവ ഗായികയാണ്. വെൽക്കം അനില രാജീവ്. ഹലോ, നമസ്കാരം. അനിലയുടെ ഒത്തിരി പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് മലയാളത്തില് ഹിറ്റായി വരുന്ന പാട്ടുകളെല്ലാം എല്ലാത്തിലും അനിലയുടെ ശബ്ദമാധുര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് മലയാളി പ്രേക്ഷകര് അനിലയെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ആരാണ്, എവിടുന്ന് വന്ന ആളാണ് എന്നുള്ളതൊക്കെ. അപ്പോ നമ്മളുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് മേലിലേക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പാട്ടുകളിലേക്ക് ഇങ്ങനെ ഭയങ്കര കൊതിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും ഹിറ്റായ, ഏറ്റവും അധികം ഞാനും അനിലനെ ശ്രദ്ധിച്ച ആ ഒരു പാട്ട് അവിടെ നിന്ന് നമുക്കൊന്ന് തുടങ്ങിയാലോ? ഓക്കെ. അപ്പൊ തുടരും എന്ന സിനിമയിലെ കുറച്ച് ടഫായിട്ടുള്ള ഒരു പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു വോയിസ്, ആ ഒരു മാജിക്കൽ വോയിസ്, അതാണ് നമ്മൾ പ്രേക്ഷകർക്ക് ആദ്യം തന്നെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പേമാരി ഇവലായേ തായ പോൽ ഇടയ് പോയോ ഒരയെല്ലാമേ നീ വേഗം തിരികെ തായേ പുറപ്പെടുന്നേ നോവിൻ ചെരിവിൽ നിന്നേ ചോര പുറപ്പെടുന്നേ പുറപ്പെടുന്നേ നോവിൻ ചെരിവിൽ നിന്നേ ചോര പുറപ്പെടുന്നേ. അനില, ഞാൻ കേട്ടിരിക്കുന്നത് ആലപ്പുഴക്കാരിയാണ് എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് അനിലയുടെ ഈ ഒരു സംഗീത ലോകത്തേക്കുള്ള ഒരു എൻട്രി എന്നുള്ളത് ഒന്ന് പറയാം? ഞാൻ ആക്ച്വലി ജനിച്ചു വളർന്നതെല്ലാം പഠിച്ചതൊക്കെ ആലപ്പിയാണ്. കുഞ്ഞിലെ തൊട്ട് മ്യൂസിക്കിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്റെ വീട്ടിൽ അങ്ങനെ ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും എന്റെ അമ്മ നന്നായിട്ട് പാടും. അപ്പൊ അമ്മയാണ് ഞാൻ പാട്ട് പാടുന്നുള്ളത് കണ്ടുപിടിച്ചതൊക്കെ. അപ്പോ അങ്ങനെ പാട്ടിനോട് ഇൻട്രസ്റ്റ് വന്നു എന്നെ പാട്ട് പഠിക്കാനായിട്ട് ചേർത്തു. ആലപ്പിയിൽ തന്നെയുള്ള വിദുസാറാണ് എന്റെ ആദ്യ ഗുരു. അപ്പോ അങ്ങനെ സ്കൂളില് യൂത്ത് ഫെസ്റ്റിവൽസ് അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ അങ്ങനെ ഒരു മ്യൂസിക്കൽ ഇതായിട്ടുള്ള ഒരു ലൈഫായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പക്ഷെ എന്താ പറയാ, നമ്മളുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ മ്യൂസിക്കൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സെക്യൂർ ജോബ്, ഒരു കരിയർ പ്രൊഫഷൻ അങ്ങനെ ഒരു രീതിയിലേക്കാണ് പോയത്. പാട്ട് എപ്പോഴും എന്റെ കൂടെ ഉണ്ടായെങ്കിൽ തന്നെ പ്രൊഫഷനായിട്ട് എടുക്കുന്നതിനെ കുറിച്ച് അന്ന് വലിയ ബോധമൊന്നും ഇല്ലായിരുന്നു എന്ന് വേണം പറയാം. അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പോ പിന്നീടാണ് കോളേജിൽ പറഞ്ഞ പോലെ പോയി കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ജോബ്, IT ജോബിന് പോയി. അപ്പൊ അതും കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് കുറച്ചാൾ വർക്ക് ചെയ്തിട്ടാണ് മ്യൂസിക് മെയിൻ ആയിട്ട് എടുക്കണം എന്നുള്ളൊരു തോട്ട്. സ്വതസിദ്ധമായ കഴിവ് കിടക്കുന്നതുകൊണ്ട് എവിടേക്ക് കറങ്ങിയാൽ ലാസ്റ്റ് അതിലേക്ക് തന്നെ എന്നിട്ടാണ് നമുക്ക് ഇത്രയും നല്ല ഹിറ്റുകളൊക്കെ സമ്മാനിച്ചത്. അപ്പം തുടക്കം ഏത് പാട്ടിൽ നിന്നായിരുന്നു? അത് സത്യം പറഞ്ഞാൽ എന്നിലേക്ക് വന്ന് ചേർന്നതെന്ന് പറയാം. വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഫാസിൽ അങ്കിള് ആലപ്പിയാണ്. ഫാസിൽ അങ്കിളിന്റെ ഒരു റിലേറ്റീവ്, എന്റെ അച്ഛൻ ആലപ്പുഴ ഒരു ഡോക്ടറാണ്. അപ്പൊ അച്ഛന്റെ ക്ലിനിക്കിൽ ഇങ്ങനെ വരികയും ഇപ്പൊ മോള് പാടുന്നൊക്കെ ഇങ്ങനെ പറയും. ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പൊ ഫാസിൽ അങ്കിളിന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി പാട്ടൊക്കെ പാടി കേൾപ്പിച്ചു ആലപ്പുഴയുള്ള വീട്ടില്. അങ്ങനെ ജയചന്ദ്രൻ സാറിന്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. ഫസ്റ്റ് സോങ് അദ്ദേഹത്തിന്റെ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ മൂവിയില് ജയചന്ദ്രൻ സാറിന്റെ മ്യൂസിക്കിൽ പാടാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പൊ അതാണ് എന്റെ ഒരു ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത്.
അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഇങ്ങോട്ട് വന്ന് ചേർന്നു. അതെ അതെ അതെ, ഫാസിൽ സാറും സത്യം പറഞ്ഞ ലെജൻസ് ആണ്. ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു അത്. അത് ആ ഒരു നമുക്ക് തുടക്കത്തിൽ തന്നെ ആ ഒരു പാട്ടിന്റെ ഒരു രണ്ടുപേരും ഒളിച്ചിരിക്കണ കണ്ട് നീ ചിരി ചിരിക്കണ കേട്ട് കളക്കാക്ക നൊട്ടം കണ്ണിൽ കൊണ്ട് റിങ്ക 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 പുറത്തിറങ്ങട കുട്ട നീ മടിച്ചു നിക്കണ്ട മണ്ട ഇനി ചിരിച്ചു വന്നെങ്കി കൂട്ട റിങ്ക 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 ചക്കര കുട്ട കുട്ടിക്കുരങ്ങ റിങ്ക 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 അമ്പട വീര ചിങ്കിരി വല റിങ്ക റിങ്ക റിങ്ക. ഇങ്ങനെ പോകുന്നൊരു പാട്ടായിരുന്നു ഇത്. സത്യം പറഞ്ഞ എല്ലാ ലെജൻസിന്റെ കൂടെ ഇത് എഴുതിയിരിക്കുന്നത് കൈതപ്പുറം തിരുമേനിയാണ്. അപ്പോ ഞാൻ ഗുരുതുല്യനായി കാണുന്ന ഒരാളാണ് എം ജയചന്ദ്രൻ സാറ്. അപ്പൊ അങ്ങനെ ആദ്യത്തെ പാട്ട് അങ്ങനെ കിട്ടാനൊരു ഭാഗ്യം ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഞാൻ അതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തില്ല. ഞാൻ എഞ്ചിനീയറിംഗിന് പോയി. പാട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയ്ക്ക് ആയിരുന്നില്ല. അങ്ങനെ ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് ഇപ്പൊ IT ഫീൽഡ് വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കേരളത്തിൽ തന്നെയായിരുന്നു? ഞാന് ഇനിഷ്യലി ട്രിവാൻഡ്രത്ത് ഇൻഫോസിസിലാണ് വർക്ക് ചെയ്തത്. അതിന്റെ ഇടയ്ക്കും ഞാൻ ഇൻഫോസിസിൽ നിന്ന് ലീവ് ഒക്കെ എടുത്ത് അമൃതയുടെ സൂപ്പർ സ്റ്റാറിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതില് ഫൈനലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ടാണ് സത്യം പറഞ്ഞ എന്താ പറയാ, നമ്മള് ഒരുപാട് നമ്മളുടെ വോയിസിനെയും പാട്ടിനെയും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് പറയില്ലേ, അപ്പൊ അത് ശരിക്കും അവിടെ വെച്ചാണ് നടന്നത്. അവിടെയും എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ശരത് സാറ് ആയിരുന്നു, ഞാൻ ജഡ്ജായിരുന്നു. ശരത് സാറ്, അൽഫോൺസ് സാറ്, മഹതി മാം, അപ്പൊ ഇവര് മൂന്നുപേരുമാണ് അന്നത്തെ ജഡ്ജസ്. അപ്പോ ഇവരുടെ ഒക്കെ ഒരു ട്രെയിനിങ്, അൽഫോൺസ് സാറിന്റെ ഒക്കെ വോക്കൽ ട്രെയിനിങ് ഞങ്ങളെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഓരോ പാട്ടിനും ട്രെയിൻ ചെയ്യുന്ന അൽഫോൺസ് സാറായിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പോഴും നമ്മളുടെ കരിയറിൽ ഏത് ഇതിലാണെങ്കിലും നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ഒക്കെ ആയിരുന്നു. ശരത് സാറിന്റെ ഒക്കെ കാര്യം പറയണ്ട. അതെ, അപ്പൊ അങ്ങനെ ലെജൻസിന്റെ കയ്യിൽ നിന്ന് ഒരു ട്രെയിനിങ് ആയിരുന്നു. ഇങ്ങനെ വളർന്നു വരുന്ന ഒരു കുട്ടിയാണ്, പക്ഷെ ആ സമയത്ത് ഇതാണ് എന്റെ പാദം തിരിച്ചറിഞ്ഞു. ഇല്ലല്ല, അന്ന് ഞാൻ ലീവൊക്കെ എടുത്തിട്ടാണ്, ഇൻഫിന്ന് ലീവൊക്കെ എടുത്ത്, താങ്ക്സ് ടു മാനേജ്മെന്റ് അങ്ങനെയൊക്കെ പോയത്. എന്റെ മാനേജറൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ജോബിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് എന്റെ മാരേജ് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിലേക്ക് ജോബ് ഷിഫ്റ്റ് ആയി. ഹസ്ബൻഡും ഞാനും കൂടെ അങ്ങനെ ഷിഫ്റ്റ് ആയി. അപ്പൊ ഞങ്ങക്ക് രണ്ടുപേരും വർക്കിംഗ് ആണ്. അപ്പൊ ചെന്നൈ ചെന്നിട്ട് അത്ര ഒരു എന്താ പറയാ, നമുക്കൊരു കോൾ എന്നൊക്കെ പറഞ്ഞ് വരില്ലേ, അതുപോലെ എനിക്ക് എപ്പോഴും ചെന്നൈയും വളരെ മ്യൂസിക്കലായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ വൈബ് തന്നെ വേറെയാണ്. അപ്പോ പിന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ചെറുതായിട്ടൊന്നും ബോധം കെട്ട് വീണു. അതായത് നല്ല വർക്ക് പ്രഷർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഏതാണ്ട് അവിടെ ഒരു ഇതല്ല നമ്മുടെ ഒരു സാധനം എന്നുള്ളത് മനസ്സിലായി. പ്രഷറും കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നു. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ ആയപ്പോ സത്യം പറഞ്ഞ ഹസ്ബൻഡ് തന്നെയാണ്, എന്തായാലും നിനക്ക് പാട്ടാണ് മനസ്സിലുള്ളിൽ ഇഷ്ടം, എന്നാ പിന്നെ ചെന്നൈയിലുമാണ് നമ്മൾ നിൽക്കുന്നത്, കുറച്ചു നാളെന്ന ഒരു ബ്രേക്ക് എടുത്തിട്ട് അതിനു വേണ്ടി ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അതാണ് ഇപ്പൊ ഇവിടം വരെ നിൽക്കുന്നത്. അവിടെ നിന്നാണ് അപ്പൊ ശരിക്കും വീണ്ടും ഒരു റീസ്റ്റാർട്ട് തുടങ്ങിയത് ചെന്നൈന്നാണ്. ചെന്നൈ ഒരുപാട് കലാകാരന്മാർ, നമ്മുടെ മലയാളികളുടെ തന്നെ കലവര മാറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായും. അപ്പം അവിടുന്ന് ഏത് സോങ് ആയിരുന്നു? അവിടെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് എനിക്ക് നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അറിയില്ല, ആരെയും അറിയില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഗോഡ് ഫാദർ എന്ന് പറയാൻ ആരുമില്ല, ഭാഷ അറിയില്ല, വഴി അറിയില്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ സ്റ്റുഡിയോസിലൊക്കെ പോയിട്ടാണെങ്കിലും ഡെമോസ് ഒക്കെ കൊടുത്തിട്ടും ഒരുപാട് പേർക്ക് അങ്ങനെ അയച്ചു കൊടുത്തിട്ടും അങ്ങനെയൊക്കെയാണ് പതുക്കെ എന്താ ഇങ്ങനെ ഒരാള് സിംഗർ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഒരു വേറൊരു സ്ഥലത്ത് പോയി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. എങ്കിലും അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് സിംഗർ കപിൽ. അപ്പൊ കപിൽ ത്രൂ ആണ് എനിക്ക് ദിബു നൈനാൻ തോമസ്, ദിബു ചേട്ടന്റെ ഒരു ഇതിലേക്ക് ഡെമോസ് കൊടുക്കാൻ പറ്റുന്നതും. പിന്നെ ഹിപ് ഹോപ്പ് തമിഴയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ജിബ്രാൻ സാർ, അങ്ങനെ പിന്നെ അങ്ങനെ ശരത് സാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിലാണല്ലോ ശരത് സാറും. അപ്പൊ ശരത് സാറിന്റെ അടുത്ത് ഞാനിങ്ങനെ എന്റെ ഡെമോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത്. അപ്പൊ ശരത് സാറാണ് അവിടുത്തെ മ്യൂസിക് ലോഞ്ച് സ്റ്റുഡിയോയിൽ എന്നെ കൊണ്ടുപോയി അങ്ങനെ മ്യൂസിക് കോർഡിനേറ്റർ ആയ, നമ്മുടെ എല്ലാം ലെജൻഡാണ് അദ്ദേഹവും. വിൻസെന്റ് എന്ന് പറഞ്ഞിട്ട്, വിൻസെന്റ് സാർ ഒരുപാട് യേശുദാസ് തൊട്ട് അങ്ങനെ കിരവാണി സാർ തൊട്ട് ആ ഒരു കാലം തൊട്ട് മ്യൂസിക് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ അവരെയൊക്കെ പരിചയപ്പെടുത്തി തന്നതൊക്കെ ശരത് സാറാണ്. അപ്പൊ എല്ലാവരുടെയും ഒരു
സപ്പോർട്ട് ഓരോരോ ടൈമിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ചെന്നൈയിൽ ഇരുന്നുകൊണ്ട് മലയാളം സോങ് ആണോ കമ്മിറ്റ് ആയത് അതോ തമിഴാണോ? ഞാൻ തമിഴിലാണ്. ഞാൻ ചെന്നൈ പഴനി മാർച്ച് എന്ന് പറഞ്ഞിട്ട് തമിഴ് സോങ് പാടിയിട്ടുണ്ട്. വിജയ് സേതുപതി പ്രൊഡക്ഷൻ ഒക്കെ ആയിരുന്നു. അതില് പാടിയിട്ടുണ്ട്. പിന്നീട് സഞ്ജിത്തുമായിട്ട് തന്നെ ഇപ്പൊ ദുപ്പട്ടവാലി സഞ്ജിത്തും ഞാനും കൂടെ ഡുവറ്റ് പാടുന്നതിന് മുന്നേ തന്നെ ഹിപ് ഹോപ്പ് തമിഴയുടെ ഒരു ദോം ദോം എന്ന് പറഞ്ഞ ഒരു സോങ്ങിൽ സഞ്ജിത്തായിട്ട് ഒരു ചെറിയൊരു കോമ്പിനേഷൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ദിബുചേട്ടന്റെ തന്നെ ARM ആണ് എല്ലാവർക്കും കിളിയാണ് അറിയാവുന്നത്. പക്ഷെ ദിബുചേട്ടന്റെ തന്നെ ഒരു നദി എന്ന് പറഞ്ഞ തമിഴ് മൂവിയില് വളരെ എനിക്ക് ഭയങ്കര പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോകാതെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് പാടിയിട്ടുണ്ടായിരുന്നു. അതൊരു സോളോ തമിഴ് സോങ് ആയിരുന്നു. അപ്പോ അങ്ങനെ ചെന്നൈയിൽ ഒരു കുറച്ചു നാള് ഒരു 2-3 years ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഇത് സ്ലോ ആയിരുന്നു. ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളായിരുന്നു. അങ്ങനെ ആ ഒരു റെസിഡന്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആവുന്നതും. പോസ്റ്റ് കോവിഡ് ആണ് ഷിഫ്റ്റ് ആവുന്നതും. പിന്നെയാണ് ഇവിടെ മലയാളത്തിൽ കുറെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ആ ഫേവറേറ്റ് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞ ഒരു പാട്ട് ഷുവർ പാടാം. അപ്പൊ തമിഴും പ്രൂവ് ചെയ്തിരിക്കുകയാണ് അല്ലേ? തമിഴും മലയാളം ഒക്കെ പറ്റും. തമിഴ് പാടാറുണ്ടായിരുന്നു. ചെന്നൈയിലും കൂടെ ചെന്നോണ്ട് ഇനിഷ്യൽ റെക്കോർഡിങ്സ് ഒക്കെ ഇപ്പൊ തമിഴ്നാട്ടിൽ നമ്മളൊരു മലയാളിയായിട്ട് ചെല്ലുമ്പോ ഇപ്പൊ നമ്മള് പറയുന്ന കറക്ഷൻസും കാര്യങ്ങളും ഒക്കെ ആദ്യത്തെ ഇതാകുമ്പോഴത്തേക്കും മലയാളിയാന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അവിടുത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കറക്ഷൻസും കാര്യങ്ങളൊക്കെ തമിഴ് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഉരുഗുദേ എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോഴും ഉരുഗുദേ എന്നാണ്. അപ്പൊ അത്ര ആവശ്യമില്ല, അത്ര ആവശ്യമില്ല, ഉരുഗുദേ എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ കറക്ഷൻസ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ മലയാളത്തിലും തമിഴിലും ഒക്കെ സജീവമാകാനല്ലേ തീരുമാനം? തീർച്ചയായിട്ടും. മലയാളത്തില് റിട്ടേൺ വന്നിട്ട് ഇവിടെ കൊച്ചി വന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ വന്നിട്ട് ഇവിടെ ഫസ്റ്റ് ചെയ്തത് ARM പാട്ടായിരുന്നോ? അല്ല, എനിക്ക് കൊച്ചി വന്നതിന് ശേഷം മിക്കവർക്കും എന്നെ അറിയാവുന്നത് ARM വഴിയാണ്. കാരണം എന്റെ ജീവിതത്തിൽ തന്നെ കിട്ടിയ ഒരു ബിഗ്ഗസ്റ്റ് ബ്രേക്ക് എന്ന് തന്നെ പറയാം. കാരണം അത് വഴിയാണ് എന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന് ഏറ്റവും കൂടുതൽ ഞാൻ താങ്ക്സ് പറയേണ്ടത് അതിന്റെ കമ്പോസർ ദിബുചേട്ടനോട് തന്നെയാണ്. കാരണം ദിബുചേട്ടന്റെ ഈ തമിഴ് ഞാൻ പാടിയിരുന്നു. അത് കൂടാതെ തന്നെ ഒരുപാട് ട്രാക്സ് ഞാൻ ദിബുചേട്ടന് പാടി. എന്റെ വീട്ടില് സ്റ്റുഡിയോ ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ അവിടുന്ന് പാടി അയച്ചപ്പോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ലാസ്റ്റ് ARMന്റെ കിളി എന്നുള്ള സോങ്ങിന്റെ ട്രാക്കും അങ്ങ് വാനക്കോണിൽ അതിന്റെ ട്രാക്ക് വിജയലക്ഷ്മി ചേച്ചി പാടിയ ഇത് രണ്ടും ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ വേർഷൻ വെച്ചാണ് ഷൂട്ടൊക്കെ ചെയ്തതെന്ന് ജിതിൻ സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ലാസ്റ്റ് ഒരു 2024 എനിക്കൊന്നൊരു ഓഗസ്റ്റ് എന്റെ ബർത്ത്ഡേയുടെ അന്നാണ് എനിക്കൊരു കോള് വരുന്നത്. അന്ന് നമ്മൾ പാടിയ പാട്ടില്ലേ അതിന്റെ ഫൈനല് നമുക്ക് പാടി നോക്കിയാലോ, ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞ് ദിബുചേട്ടന്റെ എന്നൊരു കോള് വരുന്നതും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്. അത് തന്നെ എനിക്കൊരു 5 ലാംഗ്വേജസിലേക്ക് പാടാനായിട്ടുള്ള ഒരു എല്ലാത്തിലും മെയിൽ വോക്കൽസ് മെയിൽ വോക്കൽസ് മാറുന്നുണ്ട്. മലയാളത്തിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഹരിശങ്കർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടിയിരിക്കുന്നത്. ഹരിക്ക് ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡും കൂടെ നേടിക്കൊടുത്തൊരു സോങ് ആണ് കിളിയെ. പിന്നെ കപില് പാടിയിട്ടുണ്ട് തമിഴ് ഇതില്. പിന്നെ അഭയ് ജോധ്പൂർക്കർ ആണ് അതിന്റെ ഹിന്ദിയില് സോങ്. ഹിന്ദിയിലൊക്കെ ഞാൻ പാടിയിരിക്കുന്നത്. അതിന് അവരുടെ ടീമിന്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ദിബുചേട്ടനാണെങ്കിലും ചാരു ഹരിഹരൻ, ചാരു ആണ് അതിന്റെ കംപ്ലീറ്റ് കോർഡിനേഷൻ ഒക്കെ ചെയ്തിരുന്നത്. അപ്പൊ അവരുടെ ഒക്കെ ലിറിക്കൽ ക്ലാരിറ്റി ഇതൊക്കെ സപ്പോർട്ടൊക്കെ ഒരുപാട് തന്നിട്ടുണ്ട് അവര്. എനിക്ക് തോന്നുന്നു എല്ലാ ലാംഗ്വേജസിനും സൂട്ട് ആകുന്ന ഒരു വോയിസ് ആണെന്ന് തോന്നുന്നു. അല്ലേ, ഒരു ബ്ലസ്ഡ് വോയിസും ഇത്രയും ലെജൻസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. അപ്പം നമുക്കും അതൊരു മലയാളികൾക്കും അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ആ ARMല് നമ്മൾക്ക് സുപരിചിതയാക്കിയ ഒരു പാട്ട് കൂടെ ഒന്ന് കേൾക്കാം. മായം കാട്ടി മയക്കിടല്ലേ, മാനത്തോടെ നടത്തിടല്ലേ. ഒന്നോട് പോയിക്കോട്ടെ. മായം കാട്ടി മയക്കിടല്ലേ, മാനത്തോടെ നടത്തിടല്ലേ. കാതിലെന്നു ചൊന്നതെല്ലാം നേരാണോ, നിന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത് പുടമുറി കാത്തിരിക്കും നാടൻ പെണ്ണാണേ.
അഴകെ ചങ്കുലക്കണ ചോദ്യം ഇതെന്റെ, തീരിക്കണോ രാധയുമെന്റെ, നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ലേ. ചിയോതി കാവിലെത്തി വിളക്ക് കൊളുത്തി, നാടറിഞ്ഞൊരു താലിയും കെട്ടി, കയ്യിൽ കയ്യും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ. മഴവിൽ ചന്തമേ നീ എൻ സ്വന്തമേ, തന്താനേ തന്താനേ തന്നാനേ. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ, വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ. അഴകെ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ, അരികിൽ ചേർന്നിരിക്കൂലേ. നിലവിൽ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ, മഴവിൽ ചന്തമേ എന്നും എൻ സ്വന്തമേ. കിളിയെ തട്ടക്കിളിയെ കൊഞ്ചി പറന്നിൻ കൂട്ടിലെ തോലെ, നിറയെ ചിന്നിച്ചിതറും കൊതിയാ. കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാടമെന്താണ്, പുലരെ മുത്തി പുലർന്നൊന്നലിയാ. ഓ എന്താ രസമൊക്കെ ഇട്ടിരിക്കുക. താങ്ക് യു. ശ്രീ